ബഹുമാനപ്പെട്ട മനോജ് ഏരിയാസ് അച്ഛൻ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ദൈവനാമത്തിലെ സ്നേഹവന്ദനം. നമ്മുടെ ഈ 2025 വർഷത്തെ OVBS ഇന്നിവിടെ ആരംഭിക്കുകയാണ്. നമ്മൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. വികാരിയച്ഛൻ പറഞ്ഞാണ് നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പഠിപ്പിച്ചോ. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പറഞ്ഞപ്പോൾ നമ്മൾ എന്നെ തിരിച്ചു പറയണമെന്ന് അറിയാമോ? മറന്നുപോയോ? നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ടീച്ചർ പറഞ്ഞു. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് എന്ന് പറയുമ്പോൾ മറുപടി എന്ത് പറയണമെന്ന് അറിയാമോ? അവൻ സത്യമായി ഉയർത്തെഴുന്നേറ്റു. എന്ത് പറയണം? അവൻ സത്യമായി അന്ന് പറഞ്ഞു നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഇവിടെ ഈ വർഷത്തെ OVBS ചിന്താവാക്യം ആലീസ് ടീച്ചർ പറഞ്ഞല്ലോ അല്ലേ? 119 സങ്കീർത്തനത്തിന്റെ 9 വാക്യമാണ്. 119 സങ്കീർത്തനത്തിന്റെ 9 വാക്യം എന്താന്ന് പറഞ്ഞായിരുന്നു? എന്താന്ന് ഓർക്കുന്നുണ്ടോ? പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, നടപ്പിൽ നിർമ്മലരായിരിക്കും. ഇങ്ങോട്ട് നമ്മളൊക്കെ വന്നത് നടന്നു വന്നവരില്ലേ? ഇല്ലെങ്കിൽ കാറിന് വന്നവരും സ്കൂട്ടറിന് വന്നവരും ഒക്കെ കാണും ഇല്ലേ? ഈ പള്ളിയുടെ കോമ്പൗണ്ടിൽ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നില്ലേ? എങ്ങനെയാണ് നിങ്ങൾ നടന്നു വന്നത്? ഇങ്ങനെ ചാടി ചാടി ഇങ്ങനെയാണോ വന്നേ? ആണോ? നമ്മളുടെ 2 കാലം ഉപയോഗിച്ച് ഇങ്ങനെ വൃത്തിയായിട്ട് നടന്നല്ലേ? അല്ലെ എന്നാ പറ്റും? അങ്ങനെ ചാടി കഴിഞ്ഞാൽ എന്നാ പറ്റും? വീഴും അല്ലേ? അപ്പം നമ്മൾ ഈ സൺഡേ സ്കൂൾ പഠിക്കുന്നതും OVBS പഠിക്കുന്നതും എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? ദൈവത്തിന് ഇഷ്ടമുള്ള മക്കളായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവം ഇവിടെ ശ്രദ്ധിച്ച് പുസ്തകം പിന്നെ കാണാം. ഇങ്ങോട്ട് നോക്കിയിരുന്ന എല്ലാവരും ദൈവത്തിന് ഇഷ്ടമുള്ള മക്കളായിട്ട് നടക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ പപ്പായും മമ്മിയൊക്കെ സൺഡേ സ്കൂൾ പഠിക്കാൻ വിടുന്നതും OVBS പഠിക്കാൻ വിടുന്നതുമൊക്കെ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് നടക്കണം, നല്ല പിള്ളേരാണെന്ന് പറയിക്കാനിടയാകണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ OVBS ചിന്താവാക്യം 119 സങ്കീർത്തനത്തിന്റെ 9 വാക്യം നടപ്പിൽ നിർമ്മലരായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിന് മറുപടി എന്ത് പറയണമെന്ന് പറഞ്ഞേ? ദൈവമേ നയിക്കണമേ. അപ്പൊ ദൈവം നമ്മളെ നയിക്കാൻ തയ്യാറായിട്ടിരിപ്പുണ്ട്. ദൈവം നമുക്ക് ചില വഴികളൊക്കെ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. ആ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നിലനിൽക്കുകയും ചിലരുടെയൊക്കെ കൈ പകുതിയൊക്കെ പൊങ്ങിയിട്ടുള്ളൂ. ചിലർ പറഞ്ഞു നോക്കുക കൈ താത്തിട്ടോ കേട്ടോ. എല്ലാവർക്കും സ്വർഗത്തിൽ പോകണം അല്ലേ? എന്നിട്ട് പേർക്ക് പോകണ്ടെന്ന് തോന്നുന്നു. അത് മനസ്സിലാകാത്തതായിരിക്കും സ്വർഗം എന്നാണെന്നുള്ളത്. അപ്പോൾ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ദൈവത്തെ അനുസരിച്ച് ജീവിക്കണം. എന്നാ ചെയ്യണം? ഇങ്ങോട്ട് നോക്കിയേ. എന്നാ ചെയ്യണം? നമുക്ക് ദൈവത്തിനെ കാണണം. സ്വർഗത്തിൽ പോകണമെങ്കിൽ ദൈവത്തെ അനുസരിച്ച് ജീവിക്കണം കേട്ടോ.
അപ്പൊ ദൈവത്തിനായി നമ്മളെ നയിക്കാൻ തക്കവണ്ണം തയ്യാറായിട്ടുണ്ട്. നമ്മൾ ഈ ദൈവത്തിന്റെ പ്രതിനിധികളായിട്ടാണ് അധ്യാപകരെയൊക്കെ കാണുന്നത്. കേട്ടോ, അധ്യാപകരൊക്കെ അതുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ല മാർഗങ്ങളല്ലേ പറഞ്ഞു തരുന്നത്, അല്ലേ? ഇവരെല്ലാം നല്ല കാര്യങ്ങളാണോ പറഞ്ഞു തരുന്നത്? അതോ നിങ്ങൾ നശിക്കാനുള്ള വഴികളാണോ പറഞ്ഞു തരുന്നത്? അതോ നന്നാകാനുള്ള വഴിയാണോ? പറ, നന്നാകാനുള്ള വഴിയല്ലേ? അപ്പൊ ഇവർക്ക് അല്ലെങ്കിൽ പള്ളിയിലെ അച്ഛന്മാർക്കും ഈ അധ്യാപകർക്കും സൺഡേ സ്കൂളും OBBS പഠിപ്പിക്കുന്ന അധ്യാപകർക്കും ഒക്കെ ദൈവം കൊടുത്തിരിക്കുന്ന ഒന്നാമത്തെ കഴിവെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വഴിയെ നയിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വഴിയെ നയിച്ച് നമ്മളിങ്ങനെ നടന്ന് പോയാൽ എവിടോട്ട് ചെല്ലുമെന്ന് അറിയാമോ? ഞാൻ മുമ്പേ പറഞ്ഞ സ്ഥലത്തില്ല, എവിടെ? സ്വർഗത്തിൽ പോകും. നരകത്തിൽ, സ്വർഗത്തിൽ. അപ്പോൾ സ്വർഗത്തിൽ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വഴിയെ സഞ്ചരിക്കണം. ഇന്നിപ്പോൾ നമ്മൾ പത്രത്തിലും TV-യിലും സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റയിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്, എല്ലാവർക്കും ലഹരിയുണ്ട്. സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടെ മുട്ടായിയായിട്ട് കിട്ടുന്ന ലഹരിയുണ്ട്, അല്ലാത്ത ലഹരികളുണ്ട്. ഇങ്ങനെ പല ലഹരികൾ, ഒന്നും അറിയാൻ മേലാത്ത ലഹരികൾ വരെ പൊടിയായിട്ടും ക്രിസ്റ്റലായിട്ടും മുട്ടായിയായിട്ടും ഒക്കെ കിട്ടുന്നുണ്ട്. ഇലയായിട്ടും പൂവായിട്ടും കായായിട്ടും ഒക്കെ കിട്ടുന്നുണ്ട്. നമ്മുടെ ഇലയും പൂവെല്ലാം OBBSലെ പഠിച്ചിങ്ങൊന്നും അല്ല കേട്ടോ, അല്ലാത്ത ഇലകളായിട്ടും പൂവായിട്ടും കായ്കളായിട്ടും ഒക്കെ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കഥയാണെങ്കിൽ കേട്ടിട്ടില്ലാത്ത പിള്ളേർക്ക് നിങ്ങൾ കേൾക്കാം. ഒരു വീട്ടിലെ അപ്പനെ പപ്പ എപ്പോഴും പറയും, നിങ്ങൾ എപ്പോഴും ദൈവത്തെ ഓർത്ത് ജീവിക്കണം. ആരെ ഓർത്ത് ജീവിക്കണമെന്നാ? ഞങ്ങളോടൊക്കെ ഞങ്ങളുടെ വീട്ടിലെ അപ്പച്ചന്മാരും അമ്മച്ചന്മാരും അപ്പായും മമ്മിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ ഓർത്ത് പോയിരുന്ന് പറഞ്ഞിട്ടുണ്ടോ? ദൈവത്തെ ഓർത്ത് പോയിരുന്ന് എല്ലാം പഠിക്കണം, ഇല്ലേ? നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഈ വീട്ടിലെ ടീച്ചർമാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടല്ലേ? ദൈവത്തെ ഓർത്ത് പോയിരുന്നൊരു പഠിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? ഇല്ലെങ്കിൽ മഴയൊക്കെ ചെയ്യുമ്പോൾ മഴ നനഞ്ഞു കഴിഞ്ഞാൽ പറയും, ദൈവത്തെ ഓർത്ത് മഴ നനഞ്ഞത് എന്നാ വരുന്ന പനി പിടിക്കുന്നു, ഇല്ലേ? ദൈവത്തെ ഓർത്ത് പറഞ്ഞാൽ കേൾക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പൊ അവിടെ എല്ലാം ആരും ഓർക്കണമെന്ന് പറഞ്ഞ് ദൈവത്തെ ഓർക്കണം. അങ്ങനെ എപ്പോഴും ഒരു പപ്പയുടെ മോനോട് ഇങ്ങനെ പറയും, ദൈവത്തെ ഓർത്ത് ജീവിക്കുക, ദൈവത്തെ ഓർത്ത് പറഞ്ഞാൽ കേൾക്ക്. ഈ മോനിച്ചിരി കുസൃതി ആയതുകൊണ്ടാണ് ദൈവത്തെ ഓർത്ത് ജീവിക്കണം, ദൈവത്തെ ഓർത്ത് ജീവിക്കണം എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ദിവസം ഈ മോനൊരു കാര്യം ചോദിച്ചു, പപ്പ ദൈവത്തിന് എത്രയാണ് ഈ വലിപ്പം? ദൈവത്തിന് എത്രയാണ് വലിപ്പം? ദൈവത്തിന് എത്രയാണ് വലിപ്പം? എൻ്റെ എത്രയുണ്ടോ? അപ്പോൾ എന്നെക്കാട്ടിലുണ്ടോ? അപ്പോൾ ദൈവത്തിൻ്റെ വലിപ്പം ചോദിച്ചപ്പോഴത്തേന് പപ്പ ഒരു ഉത്തരവും പറഞ്ഞില്ല അന്ന്. കേട്ടോ, ഈ മോനോട് മറുപടി ഒന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ ഈ മോനെ കൂട്ടിക്കൊണ്ട് അടുത്ത ദിവസം രാവിലെ അവിടെ അടുത്തുള്ള ഒരു എയർപോർട്ടിൽ പോയി, നമ്മുടെ കൊച്ചിക്ക് പോയി. കേട്ടോ, അവിടെ ചെന്നപ്പോഴത്തേന് അവിടെ ഒത്തിരി വിമാനങ്ങൾ കിടപ്പുണ്ട്, ഇല്ലേ? അവിടെ പിന്നെ വിമാനമല്ലേ കിടക്കുന്നല്ലേ? അപ്പോൾ വിമാനത്തെ കാണിച്ചു, ഇത് കണ്ടോ, ഇതാണ് വിമാനത്തിൻ്റെ വലിപ്പം കണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ മോൻ പറഞ്ഞു, അപ്പ ഞാൻ കണ്ടു വിമാനത്തിൻ്റെ വലിപ്പം ഇത്രയുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ ഒന്നും പറഞ്ഞില്ല. ചോദ്യം എന്തായിരുന്നു? മോൻ എന്നാ പപ്പായോട് ചോദിച്ച് ദൈവത്തിൻ്റെ വലിപ്പം എത്രയാണ്? പപ്പ എന്ന മറുപടി പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എയർപോർട്ടിൽ പോയി അവിടെ ചെന്നിട്ട് ഫ്ലൈറ്റിൻ്റെ ഒക്കെ വലിപ്പം കാണിച്ചു, ഫ്ലൈറ്റിൻ്റെ വലിപ്പമൊക്കെ കണ്ടു. എന്നിട്ട് തിരിച്ചു കൊടുത്തു. എന്നിട്ട് വീട്ടിൽ വന്ന് അടുത്ത ദിവസം വന്നപ്പോൾ അവിടെ പിറ്റേ ദിവസം പകല് ആകാശത്തോട് ഇങ്ങനെ ഒരു ഫ്ലൈറ്റ് പോകുന്ന സൗണ്ട് കേട്ടു. അപ്പോൾ നമ്മളൊക്കെ എന്നായിരുന്നു? ഒരു വിമാനം ആകാശത്തോടെ ഇങ്ങനെ പോകുന്ന ശബ്ദം കേട്ടാൽ നമ്മൾ വീടിനകത്തിരിക്കുകയാണെങ്കിൽ എന്നായിരുന്നു? നമ്മൾ ഇറങ്ങി നോക്കുമല്ലേ, നമ്മുടെ പരിചയക്കാരെല്ലാം ഉണ്ടോ, അവിടെ നിന്ന് കൈ കൊട്ടിക്കണ്ടിരിക്കുന്നുണ്ടോ, വല്ല ഇട്ടത് അങ്ങനെയൊക്കെ അല്ലേലും നോക്കുമല്ലേ? ഇങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിൽ നോക്കുമല്ലേ? നോക്കുമോ? അപ്പോൾ അന്ന് പിറ്റേ ദിവസം തലേ ദിവസം കണ്ടോ വിമാനത്തിൻ്റെ വലിപ്പമല്ല ഈ മോൻ കണ്ടത്. നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് വിമാനത്തിൻ്റെ വലിപ്പമാണ് യഥാർത്ഥത്തിൽ നേരിട്ട് കാണുമ്പോൾ ഉള്ളത്. ഫ്ലൈറ്റ് കയറിയിട്ടുള്ളവരൊക്കെ കൈ കൊട്ടിക്കും. കുറച്ച് പേരൊക്കെ ഉണ്ടല്ലേ? ഫ്ലൈറ്റ് കണ്ടിട്ടുള്ളവരോടൊന്ന് കൈ കൊട്ടിക്കും. കൈ താത്തിക്കും. ഇത്രയും പേര് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ആകാശത്തോടെ പോലെ ഫ്ലൈറ്റിൻ്റെ വലിപ്പം വലുതാണോ ചെറുതാണോ? ചെറുതാണോ അല്ലേ? വലുതാണോ? അത് താൻ തോന്നുന്നു.
അത്രയും. അപ്പോൾ ഇങ്ങനെ ഈ മോൻ അന്നേരം പിറ്റേ ദിവസം പറഞ്ഞു, അപ്പ നമ്മൾ ഇന്നലെ അവിടെ കൊച്ചി എയർപോർട്ടിൽ പോയപ്പോൾ കണ്ട വിമാനത്തിന്റെ വലിപ്പം അല്ലല്ലോ ഇന്ന് ആകാശത്തൂടെ പോകുന്ന വലിപ്പം, വിമാനത്തിന്റെ വലിപ്പം. ഇന്ന് വിമാനം വളരെ ചെറുതായിട്ടാണല്ലോ കാണുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പപ്പ എന്നെ മറുപടി പറഞ്ഞെന്നറിയാവോ? മോനെ, ഇതുപോലെയാണ് ദൈവത്തിന്റെ വലിപ്പം. ദൈവത്തോട് അടുത്ത് ഇരിക്കുമ്പോൾ മാത്രമേ അതിന്റെ യഥാർത്ഥമായ വലിപ്പം കാണാൻ സാധിക്കുന്നുള്ളൂ. അല്ലാതെ ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വലിപ്പം വളരെ ചെറുതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ നിങ്ങളൊക്കെ ദൈവത്തിന്റെ വലിപ്പം കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഫ്ലൈറ്റിന്റെ അടുത്ത് ചെല്ലരുത്. ആരുടെ അടുത്ത് ചെല്ലണം? ദൈവത്തിന്റെ അടുക്കിലോട്ട് ചെല്ലണം. അപ്പൊ ദൈവത്തിന്റെ അടുക്കിലോട്ട് വരാനുള്ള മാർഗങ്ങളാണ് ഈ OBBS. എന്താ ഈ OBBSഉം നമ്മൾ ഞായറാഴ്ച പഠിക്കുന്ന സൺഡേ സ്കൂളും ഒക്കെ, കേട്ടോ? അത് ദൈവത്തിന്റെ അടുക്കിലോട്ട് വരാനുള്ള മാർഗങ്ങളാണ് നമ്മൾ പള്ളിയിൽ ആരാധനയ്ക്ക് പോകുന്നത്. അതുകൊണ്ട് ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോവോ? ഇവിടെ 6:30 നമസ്കാരം അല്ലെ? പ്രഭാത നമസ്കാരം 6:30 പള്ളിയിൽ വരണം. എത്ര മണിക്ക് വരണം? 6:30 പ്രഭാത നമസ്കാരമാണ്, 6:30 പള്ളിയിൽ വരണം. 7 മണിക്ക് പ്രഭാത നമസ്കാരമാണ്, 7 മണിക്ക് പള്ളിയിൽ വരണം. വിശുദ്ധ കുർബാനയിൽ മുഴുവൻ നേരം സംബന്ധിക്കണം. ഇടയ്ക്ക് വെള്ളം കുടിക്കാനും നാം കടിക്കാനും ഒന്നും ആയിട്ട് പോകല്ല, കേട്ടോ? അപ്പൊ നമ്മള് അതുപോലെ തന്നെ വീട്ടിൽ പ്രാർത്ഥിക്കുവോ? വീട്ടിൽ 2 നേരം പ്രാർത്ഥിക്കുന്ന കൊടുത്ത് പ്രാർത്ഥിക്കണം. അപ്പൊ കഴിഞ്ഞ വർഷത്തെ OBBSന്റെ ചിന്താവാക്യം ഓർക്കുന്നുണ്ടോ? എന്തായാലും മിടുക്കൻ. ഒരു കയ്യിൽ വിട്ടു. ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന പള്ളിയിൽ ഇത് ഞാൻ ചോദിച്ചേ, എൻ്റെ പള്ളി, ഞാൻ ഇരിക്കുന്ന പള്ളിയിൽ OBBS കഴിഞ്ഞു. അവിടെ ഇതേ ചോദ്യം ഞാൻ ചോദിച്ചപ്പോൾ ആരും പറഞ്ഞില്ല. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാന്നുള്ളതായിരുന്നു നമ്മുടെ ചിന്താവാക്യം. എന്തായിരുന്നു അതിന് നമ്മൾ മറുപടി പറയുന്നത് ഓർക്കുന്നു? അതെല്ലാവരും ഓർക്കുന്നുണ്ടല്ലേ? എന്താ ഉറക്കെ പറ. കർത്താവേ കരുണ തോന്നണമേ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വർഷത്തെ OBBSന്റെ ചിന്താവാക്യം തിരഞ്ഞെടുത്തിരിക്കുന്നത് 119 സങ്കീർത്തനത്തിന്റെ 9 വാക്യം. ഉറക്കെ പറഞ്ഞേ, എത്ര സങ്കീർത്തനം, എത്രാം വാക്യമാ? 119. ഉറക്കെ പറഞ്ഞു, കേൾക്കാൻ. ഈ കഴിഞ്ഞ വർഷം കേൾക്കാവുന്ന അത്രയും പോലും ഇപ്പോൾ കേൾക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഉറക്കെ പറയണം. എത്രാമത്തെ സങ്കീർത്തനമാ? ഇപ്പൊ ചെറുതായിട്ടൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, കേട്ടോ? 119 സങ്കീർത്തനത്തിന്റെ 9 വാക്യം. ഈ സങ്കീർത്തനങ്ങൾ എത്രയെണ്ണം ഉണ്ട്? 119. എല്ലാവരും മിടുക്കരാണ്. ഇത് ഞാൻ ചോദിച്ചപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അവർക്ക് ചിലർക്കൊക്കെ അറിയാവുന്നത്. അപ്പൊ 150 സങ്കീർത്തനമുണ്ട്. അതിൽ ഏറ്റവും വലിയ സങ്കീർത്തനം ഏതാണെന്ന് അറിയാമോ? അപ്പൊ 119 സങ്കീർത്തനത്തിലെ 9 വാക്യമാണ് നമ്മളുടെ ഈ വർഷത്തെ OBBSന്റെ ചിന്താവാക്യം. അടുത്ത വർഷം ഇതുപോലെ ഏതൊരു ഒരു അച്ഛൻ അല്ലെങ്കിൽ ഞാനോ ഏതൊരു ഒരു അച്ഛനെ ഇവിടെ വന്ന് ചോദിക്കും, അല്ലെങ്കിൽ ടീച്ചർമാർ ചോദിക്കും, കഴിഞ്ഞ വർഷത്തെ OBBSന്റെ ചിന്താവാക്യം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പഠിക്കണം. ഈ വർഷത്തെ OBBSന്റെ ചിന്താവാക്യം പറഞ്ഞ് 119 സങ്കീർത്തനം 9 വാക്യം പറ. അതുകൂടെ പഠിക്കണം, കേട്ടോ? 119 സങ്കീർത്തനം 9 വാക്യം. ഇനി ആ വാക്യം പറഞ്ഞ്, വാക്യം മുഴുവനില്ല, വാക്യത്തിൽ നിന്ന് നമുക്ക് OBBSന്റെ ചിന്താവാക്യം എടുത്ത് നൽകിയിരിക്കുന്ന അതാണ് മുഴുവൻ വാക്യം. അതിനി പറയാൻ പോയി കഴിഞ്ഞാൽ എല്ലാം കൂടെ കുളമാകുന്നതുകൊണ്ട് അത് നമുക്ക് ഒഴിവാക്കാം. നടപ്പിൽ നിർമ്മലരായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഈ വർഷത്തെ OBBSന്റെ ചിന്താവാക്യം. 119 സങ്കീർത്തനം 9 വാക്യം. മറക്കുവോ? എന്നാൽ ഇങ്ങനെ പറഞ്ഞേ, 119 സങ്കീർത്തനം 9 വാക്യം എന്ന് പറഞ്ഞിട്ട് ആ വാക്യം കൂടെ ഒന്ന് പറഞ്ഞു എല്ലാവരും കൂടെ. ദൈവമേ സഹായിക്കണമേ. അത് ആ വാക്യം പറഞ്ഞ അതിനെ ഒന്ന് നല്ല ശക്തരായിട്ടൊന്ന് പറഞ്ഞേ. 119 സങ്കീർത്തനം 9 വാക്യം. അങ്ങനെ പറ. ഇനി ആ വാക്യം പറഞ്ഞേ. അപ്പൊ നമ്മൾ ഈ ചിന്താവാക്യം പറഞ്ഞു കഴിയുമ്പോ പ്രതിവാക്യമായിട്ട് പറയുന്നത് എന്താ? ദൈവമേ നയിക്കണമേ. ദൈവം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറയണം, ദൈവമേ നല്ല വഴിയെ ഞങ്ങളെ നയിക്കണമേ, കേട്ടോ? അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ചീത്തയായ വഴി ഒന്നും പോകല്ല, നല്ല വഴിയെ യാത്ര ചെയ്യാൻ കൊണ്ട് ഇടയാവട്ടെ. ഈ വർഷത്തെ OBBS ഏറ്റവും മനോഹരമായി തീരട്ടെ. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ OBBS എൻ്റെ മോളും പഠിക്കാറുണ്ടേ. ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ട്. അപ്പം
ഇവിടെ വന്ന് പഠിച്ചായിരുന്നു. അവൻ ഇപ്പോൾ കൊല്ലത്ത് ഇവിടെ OVBS പഠിച്ചു. അമ്മ വീട്ടിൽ ഇന്ന് OVBS ഒക്കെ കഴിഞ്ഞ് OVBS പഠിച്ചു. നാളെ OVBSന്റെ ടൂറാണ്. പക്ഷെങ്കിൽ മീനടുത്തെ OVBS പഠിക്കണം എന്ന് ഇങ്ങനെ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ ചെന്നും പറഞ്ഞു. അവിടുന്ന് OVBS അവിടുത്തെ സ്രഗീയെന്ന ചേച്ചിയുണ്ട്, എന്നോട് OVBSന് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെ ചെന്ന് ഈ ചേച്ചിയുടെ ചേച്ചിയാണ്, മറ്റു പാട്ട് പാടുന്ന ചേച്ചിയാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വലിയ കഥയൊക്കെ പറഞ്ഞിരിക്കുക. അപ്പം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നറിയാമോ? നമ്മുടെ കഴിഞ്ഞ വർഷത്തെ OVBS ഏറ്റവും നല്ലതായിരുന്നുകൊണ്ടാണ്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ OVBS നല്ലതായിരുന്നെങ്കിൽ, മനോഹരമായിരുന്നെങ്കിൽ, അതിമനോഹരമായിട്ട് ഈ വർഷത്തെ OVBS മാറണം. അതിനെന്ത് ചെയ്യണം? ഈ അധ്യാപകരൊക്കെ പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കേൾക്കണം. കേൾക്കുവോ? അനുസരിക്കുവോ? അങ്ങനെ പറയണം. കേട്ടോ? അപ്പോൾ ഈ വർഷത്തെ OVBS അതിമനോഹരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.